അഭിവന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, സഭാ വിശ്വാസികൾ, ശുശ്രൂഷകർ, പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ്റെ കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, നാട്ടുകാർ എല്ലാവരും ദുഃഖത്തിലായിരിക്കുന്ന ഒരു സമയമാണ് ഇന്ന്. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു വാർത്ത ഈ പ്രദേശത്ത് സുപരിചിതനായിരുന്ന, ഈ പ്രദേശത്തുകാർക്കെല്ലാം പ്രിയങ്കരനായിരുന്ന ഉണ്ണികൃഷ്ണനെക്കുറിച്ചൊരു വാർത്ത കേൾക്കുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇവിടെ അഭിവന്ദ്യരായ വൈദിക ശ്രേഷ്ഠരായിട്ടുള്ള ശുശ്രൂഷകർ അത്തരം കാര്യങ്ങൾ ആധികാരികമായി സൂചിപ്പിക്കുന്നു. മനുഷ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ ചെറുപ്പത്തിൽ എല്ലാ സംഹാര ശക്തിയോടും കൂടി മനുഷ്യൻ്റെ ചെറുപ്പകാലത്ത് വലിയ മാറ്റങ്ങൾ മനുഷ്യന് വരുത്താൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതിന് സമൂഹത്തെ പഠിപ്പിച്ച വ്യക്തിയാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ. ശ്രീ ഉണ്ണികൃഷ്ണനുമായി പരിചയപ്പെടുന്ന സമയത്തൊക്കെ അദ്ദേഹം പല ശുശ്രൂഷ പ്രസംഗങ്ങളിലൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ താളം തെറ്റിയ ഒരു ജീവിതത്തിനും ക്രമമല്ലാത്ത ഒരു കുടുംബ ജീവിതത്തിനും ഒക്കെ അടിമപ്പെട്ട വ്യക്തിയായി. പക്ഷേ പിന്നീട് കഴിഞ്ഞൊരു 6-7 വർഷങ്ങളായി പല അവസരങ്ങളിൽ ഉണ്ണിയെ കാണുമ്പോഴുള്ള മാറ്റം പ്രവർത്തകരോടെല്ലാം പല അവസരങ്ങളിൽ ഞങ്ങൾ സൂചിപ്പിക്കുകയും അത് പ്രചോദിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വസ്തുതയാണ്. അങ്ങനെയുള്ള അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ. ഇത്രയേറെ മാറ്റങ്ങൾ സമൂഹത്തിൽ വരുത്താൻ കഴിയുന്ന, അത് പ്രചരിപ്പിക്കുവാൻ കഴിയുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ ദൈവസന്നിധിയിലേക്ക് വളരെ പെട്ടെന്ന് ചേർക്കപ്പെട്ടു എന്നുള്ളത് അത്യന്തം വിഷമകരമാണ്. ഏതെല്ലാം തരത്തിൽ എങ്ങനെയെല്ലാം ആശ്വസിപ്പിക്കാൻ വൈദിക വചനങ്ങൾ ഉയർത്തിക്കൊണ്ട് ശുശ്രൂഷ വേലകൾ ചെയ്യുന്ന ബഹുമാന്യരായ ശ്രേഷ്ഠരായ ആളുകൾ സമർത്ഥിക്കാൻ ശ്രമിച്ചാലും നഷ്ടപ്പെട്ടത് വലിയ ഒരു വേദനയാണ്. ഇത്രയും ഒരു നല്ല നന്മയിലേക്ക് കടന്ന മനുഷ്യനെ ദൈവം സന്നിധിയിലേക്ക് വളരെ പെട്ടെന്ന് ചേർക്കപ്പെട്ടത് ഈ സമൂഹത്തിൽ, ഈ നാട്ടിൽ, ഈ പ്രദേശത്ത് ഇദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ, കുടുംബാംഗങ്ങൾ എല്ലാവരിലും വലിയ ദുഃഖം വരുത്തും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വേർപാടുകളെല്ലാം സങ്കടങ്ങളാണ്. ഇത്ര അകാലത്തിൽ, വളരെ ചെറുപ്പത്തിൽ ഒരു മനുഷ്യൻ്റെ വേർപാട് വളരെ വേദനിപ്പിക്കുന്നതാണ്. ആ വേദനയിൽ എല്ലാവരോടും ഒപ്പം ചേരുന്നു.